പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസമൊക്കെ വന്നേക്കാം, അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചില സങ്കടങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നമ്മളെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ജോബ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജോബിന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ജോബിന് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജോബ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വഴി കർത്താവിനറിയാം. അവിടുന്ന് തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ, അതായത് ഈ സഹനങ്ങളായിരിക്കാം, ഈ വേദനകളായിരിക്കാം, ഈ രോഗങ്ങളായിരിക്കാം, ഈ തെറ്റിദ്ധാരണകളൊക്കെ ആയിരിക്കാം, എന്തായാലും കർത്താവ് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കുന്നു. ജോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. അവിടുന്ന് എൻ്റെ വഴി അറിയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ വരുന്നുണ്ട്, അല്ലേ? ചിലത് നമ്മുടെ അബദ്ധങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കാം, ചിലപ്പോൾ മനുഷ്യർ കൊണ്ട് തരുന്നതായിരിക്കാം, ചിലപ്പോൾ ഓക്കെ ഇതൊക്കെ വന്നുപോയി നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചേക്കാം. പക്ഷെ അതെല്ലാം ഇപ്പോൾ ജോബ് കണ്ട ഒരു ആംഗിളില്ലേ, ഇത് കർത്താവ് എന്നെ പരീക്ഷിക്കുന്നതാണ്. എന്തിന്? എന്നെ നശിപ്പിച്ച് കളയാനൊന്നുമല്ല. കർത്താവ് ഈ പരീക്ഷണം അനുവദിച്ചു. കർത്താവ് അനുവദിക്കാതെ ഒരു പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇന്ന് ഈ തെറ്റിദ്ധാരണ, ഇന്ന് ഈ വിഷമോ സങ്കടങ്ങളോ എല്ലാം കർത്താവ് അനുവദിച്ചാണ്. കർത്താവ് അനുവദിക്കാത്തതായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. എൻ്റെ കർത്താവ് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ എന്തായാലും സ്വർണം പോലെ പ്രകാശിക്കുമെന്നാണ് ജോബ് പറയുക. കാരണം എൻ്റെ വഴി കർത്താവിനറിയാം. ചിലപ്പോൾ നമ്മൾക്ക് വരുന്ന സഹനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നൊന്നും ആയിരിക്കില്ല. ചിലപ്പം നമുക്കെതിരെ മനുഷ്യർ ചിലതൊക്കെ ചെയ്തതായിരിക്കാം, അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചതായിരിക്കാം, നമ്മളെ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചതായിരിക്കാം. പക്ഷെ ജോബ് പറയാണ്, എൻ്റെ ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഉറപ്പ് വേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോയെ, നിനക്കറിയാലോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ മേൽ ആരോപിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ട് അതിനെ തെറ്റിദ്ധരിച്ചു. അങ്ങേക്ക് എൻ്റെ വഴി അറിയാലോ. ഞാനിത് ആരുടെ മുമ്പിലാണോ ഇങ്ങനെ ജീവിച്ച് കാണിച്ചത്, ഞാൻ ആരുടെ മുമ്പിലാണോ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തത്, അയാൾക്കിത് മനസ്സിലായിട്ടില്ല. അയാൾക്ക് എന്നെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം, സാഹചര്യങ്ങൾ എന്നെ വീർപ്പ് മുട്ടിച്ചേക്കാം. പക്ഷേ അങ്ങ് എൻ്റെ വഴി അറിയുന്നുണ്ട്. ഈ പരീക്ഷണം ഇപ്പോൾ അങ്ങ് എന്നെ അനുവദിച്ചാണെങ്കിൽ, ഈശോയെ അങ്ങ് പരീക്ഷണം അനുവദിച്ചെങ്കിൽ ഇതിലൂടെ ഞാൻ അതിജീവിച്ച് കഴിയുമ്പോൾ ഞാൻ തിളങ്ങും. ഉറപ്പായിട്ട് ഐ വിൽ ഷൈൻ. അത് പറഞ്ഞേക്കുക കർത്താവിനോട്, ജീവിത സാഹചര്യങ്ങളോട്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ച അവസ്ഥകളോട്. ഇതെൻ്റെ കർത്താവ് അനുവദിച്ചാണെങ്കിൽ ഇതിലൂടെ കർത്താവ് എന്നെ ഒന്ന് ഉരുക്കിയെടുത്ത് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരുന്ന ഓരോ സഹനങ്ങളെയും അങ്ങനെ ഒന്ന് ഏറ്റെടുക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാമോ? ജീവിതത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ഈ വേദനകളിൽ, സങ്കടങ്ങളിൽ, ചോദ്യങ്ങളുടെ മുമ്പിൽ പരിഭ്രമിച്ച് നിൽക്കാതെ, കർത്താവ് എന്നെ കാണുന്നുണ്ട്, ഞാൻ നടക്കുന്ന വഴി കർത്താവിനറിയാം. ഈ പരീക്ഷണത്തിൽ കർത്താവ് എന്നെ തിളക്കി തിളക്കി വിളങ്ങി വിളങ്ങി പുറത്തോട്ട് കൊണ്ടുവരുമെന്ന് ഉറപ്പായും വിശ്വസിക്കുക. ശാന്തമായിട്ട് കടന്നുറങ്ങുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫെബ്രുവരി മാസത്തിൻ്റെ ഒരു പകുതിയോളം ദിവസങ്ങൾ കടന്നുപോയി. ഇനി അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ശക്തിയുടെ ദിവസങ്ങൾ വരട്ടെ. നമ്മൾ നോമ്പിൻ്റെ ഏറ്റവും കൃപയം നിറഞ്ഞ ആ ഒരു സമയങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ നോമ്പിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണം. വലിയ കൃപയോടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.